നമ്മുടെ കുട്ടികൾക്കുള്ള മതബോധന രംഗം ഈ രീതിയിൽ പോയാൽ മതിയോ? ഈ സിസ്റ്റമൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാനൊരു മതബോധന അധ്യാപകനായിരുന്നു നീണ്ട 14 വർഷം. കഴിഞ്ഞ വർഷമാണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയത്. അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങുകൾ, കുട്ടികൾക്കുള്ള പല ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും മതബോധന രംഗത്ത് ഒരുപാട് മാറ്റം ആവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, കൊച്ചു ക്ലാസ്സുകളിൽ കുട്ടികൾ ഒരുപാട് പങ്കാളിത്തമുണ്ട്. പക്ഷെ അവർക്ക് അറിവ് വെക്കും തോറും, അവർ മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തും തോറും അവർ മതബോധന ക്ലാസ്സുകളിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല. ചിലപ്പം ട്യൂഷൻ്റെയൊക്കെ പേര് പറഞ്ഞ് വീട്ടുകാർ വിടാത്തതായിരിക്കും. പക്ഷേ വീട്ടുകാരുടെ അറിവോടുകൂടിയോ അറിവില്ലാതെയോ എന്താണെന്നറിഞ്ഞുകൂടാ മുതിർന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ മതബോധന ക്ലാസ്സുകളിലേക്ക് എത്തുന്നില്ല. എൻ്റെ ഇടവകയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ 8ാം ക്ലാസ് വരെ നല്ല രീതിയിൽ കുട്ടികൾ വരും. 9ഉം 10ലേക്ക് എത്തുന്തോറും അതിന് നേർ പകുതി കുട്ടികളാവും. 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലാകുമ്പം അതിൻ്റെ നേരെ പകുതി. 12ാം ക്ലാസ്സിൽ പിന്നെ പറയണ്ട, 1-2 കുട്ടികളൊക്കെ വരുന്നത്. അസംബ്ലിക്ക് നിൽക്കുന്ന തന്നെ ഒരാൾ. ഇതെല്ലാം ഒരു സ്കൂൾ ടൈപ്പ് വിദ്യാഭ്യാസം പോലെയാണ് മതബോധനം പോകുന്നത്. അതിൻ്റെ പ്രശ്നമാണ്. കുട്ടികൾ നോക്കുമ്പോൾ കുട്ടികൾ സ്കൂളിൽ ടെക്സ്റ്റ് പഠിക്കുന്നു, അതിൻ്റെ കൃത്യസമയത്ത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം എക്സാം എഴുതുന്നു. അതേപോലെ തന്നെ മതബോധന രംഗത്തും 3 ടൈമിൽ എക്സാം ഉണ്ട്. നമ്മൾ കുട്ടികളെ എന്തുദ്ദേശിച്ചാണ് മതബോധന ക്ലാസ്സുകളിലേക്ക് പറഞ്ഞു വിടുന്നത്? കുട്ടികൾ ഈശോ അറിയണം, തെറ്റുകളിലേക്ക് വീഴരുത്, അവൻ്റെ ആത്മരക്ഷ, പിന്നെ നമ്മുടെ മക്കൾ കുഞ്ഞിലേ മുതലേ നല്ല ശീലങ്ങൾ ഉള്ളവരായി വരണം, കള്ളത്തരങ്ങളൊന്നും പാടില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടല്ലേ നമ്മൾ ഈശോ അറിഞ്ഞു വരാൻ വേണ്ടിയിട്ടില്ല, നന്മയുടെ പാതയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഓരോ മക്കളെയും നമ്മൾ മതബോധന ക്ലാസ്സുകളിലേക്ക് പറഞ്ഞു വിടുന്നത്. അവൻ്റെ ആത്മാവ് നശിച്ചു പോകരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, കുട്ടികൾ ക്ലാസ്സുകളിൽ വന്ന് കോപ്പി അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് കള്ളത്തരം കാണിക്കുന്നത്? ഇവിടെ നമ്മൾ ഈശോയെക്കുറിച്ച് പറയുകയും സ്കൂളുകളിൽ പരീക്ഷ എഴുതുന്ന പോലെ തന്നെ, ഞാൻ കാറ്റിസം സാറായിട്ട് പഠിപ്പിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നതാണ്, കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് എഴുതുന്നു. അപ്പം തന്നെ പിള്ളേർ കള്ളത്തരം ചെയ്തു. അപ്പം നമ്മൾ ഇത്രയും നാൾ പഠിപ്പിച്ചുകൊണ്ട് വന്ന കാര്യങ്ങൾ അവിടെ തന്നെ തെറ്റി. അപ്പോൾ ഈ രീതിയിലുള്ള പഠനത്തിൻ്റെ കുഴപ്പമാണ് ഈ കോപ്പി അടിക്കാൻ പിള്ളേർ വരുന്നത്. അപ്പം പിള്ളേരുടെ എണ്ണം കുറയുന്നതും ഈ ടൈപ്പ് വിദ്യാഭ്യാസമായതിൻ്റെ പേരിലാണ്. ഒരു കൂട്ടായ്മ അനുഭവം ഇല്ല, ഈശോ അനുഭവം കുട്ടികൾക്ക് കിട്ടുന്നില്ല. അവർക്കതൊരു അനുഭവമായി മാറുന്നില്ല. അതുകൊണ്ടാണ് അവർ കള്ളത്തരങ്ങളിലേക്കൊക്കെ പോകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, എത്ര കുട്ടികൾ പലതരത്തിലുള്ള കേസുകളിലൊക്കെ പെടുന്നു വളർന്നു വരുന്നതോ. അപ്പോൾ അത് ഈശോ അറിയാത്തതിൻ്റെ പേരിലല്ലേ? ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും പോകേണ്ട ആളല്ല. പക്ഷെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ മതബോധനത്തിൻ്റെ കുഴപ്പം, നമ്മുടെ പഠിപ്പിക്കലിൻ്റെ കുഴപ്പം. പിന്നെ ഇതൊരു ആരെയും കുറ്റപ്പെടുത്തലോ ഒന്നുമല്ല. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കണം. കുട്ടികൾ നോക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ വിശുദ്ധ ബലിക്ക് പുറത്താണെങ്കിൽ അവനും കുറച്ച് കാലം കഴിയുമ്പോൾ പുറത്ത് നിൽക്കും. മാതാപിതാക്കളും അവരോടൊപ്പം തന്നെ ആയിരിക്കണം. മക്കളെ നമുക്ക് എങ്ങനെ ഒരു ചിട്ടയായ ക്രൈസ്തവ രീതിയിലേക്ക് കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മാതാപിതാക്കളോടൊപ്പം എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനകളിൽ മക്കൾ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. ദിവ്യബലികളിൽ മക്കളുടെ പങ്കാളിത്തം അതും ശ്രദ്ധിക്കുക. പിന്നീട് കൃത്യസമയത്തുള്ള കൂദാശ സ്വീകരണങ്ങൾ, മാതാപിതാക്കൾ നിർബന്ധപൂർവം അവരെ കൊമ്പസാരിപ്പിക്കാനും ഒക്കെ കൊണ്ടുപോവുക. വെക്കേഷൻ ടൈമിൽ റിട്രീറ്റൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞു വിടുക. അവരെ കൂട്ടായ്മകളിൽ പങ്കെടുപ്പിക്കുക. ഇടവകയിലെ സജീവമായ പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പരിധിവരെ തിന്മയിൽ നിന്നൊക്കെ അവർക്ക് വിട്ടു നിൽക്കാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കുന്ന അധ്യാപകരുമുണ്ട്, എന്നാൽ ആൾ കാണിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന അധ്യാപകരുമുണ്ട്. അവരുടെയൊക്കെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാവരും അറിയണം. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ കുട്ടി ഈശോ അറിയണം, അതിന് എന്നാൽ കഴിയുന്ന സഹായം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നമ്മൾ ഇവിടെ നിന്നുള്ള ആളുകളുടെ അംഗീകാരം ഒന്നും പ്രതീക്ഷിച്ചിട്ട് ആവരുത് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവം അറിയുന്നുണ്ട്, അതിനുള്ള തക്ക പ്രതിഫലം ദൈവത്തിൽ നിന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം കുറേ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുക,
കുറേ മക്കൾ ഈശോ അറിഞ്ഞ് ഈശോയിലേക്ക് വരിക, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി വരട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൽ നിന്ന് ഒരുപാട് മതബോധന അധ്യാപകർ കടന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഈശോ അനുഭവങ്ങൾ കിട്ടും. അവരെ കൂട്ടായ്മകളിലേക്ക് ഇവർ തന്നെ വിളിക്കും, അവരെ പല റിട്രീറ്റിനും ഇവർ കൊണ്ടുപോകും, പല പ്രോഗ്രാമിനും കൊണ്ടുപോകും. ഈശോ ചേർത്ത് നിർത്തി വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് പറ്റും. പിന്നെ വേറൊരു കാര്യം, ഈ മതബോധന രംഗത്ത് അല്ലെങ്കിൽ ഈ കാറ്റഗിസത്തിൽ വാർഷികത്തിന് ഈ സമ്മാനം കൊടുക്കുന്ന പരിപാടിയൊക്കെ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വാർഷികത്തിന് സമ്മാനം കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ തന്നെ എൻ്റെ മകന് സമ്മാനം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പല അധ്യാപകരുടെയും അടുത്ത് വന്ന് വഴക്കിടാറുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്, എൻ്റെ മക്കൾക്ക് സമ്മാനം കിട്ടുന്നതാണോ അതോ ഈശോയെ കിട്ടുന്നതാണോ? എൻ്റെ മകൻ എന്തുകൊണ്ട് ഈശോയെ കൊടുത്തില്ല എന്നൊന്നും ഒരു മാതാപിതാക്കളും വന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ വളർത്തിയെടുത്തത്, ഈ മാതാപിതാക്കളിലേക്ക് ഈ ചിന്താഗതി വളർത്തിയെടുത്തത് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ കൊടുത്തു തുടങ്ങിയതാണ്. പക്ഷേ അതൊരു തെറ്റായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. കുട്ടികളും വരുമ്പോൾ എന്ത് ചെയ്യും? കുട്ടികൾ വരുമ്പോൾ ഈ ഒരു മത്സര ബുദ്ധി അവരിലേക്കും വരും. മാർക്ക് എങ്ങനെയും മേടിക്കുക, അതുകൊണ്ടാണ് അവർ കോപ്പി അടിക്കുന്നതും പല പല തെറ്റുകളിലേക്കൊക്കെ പോകുന്നതും. ഈശോയെ മറന്നിട്ട് തെറ്റിലൂടെ അവർക്ക് കിട്ടുന്ന അംഗീകാരത്തിന് വേണ്ടി അവർ മത്സരിക്കുവാണ്. അവർക്ക് ആ സമയത്ത് വാർഷികത്തിൻ്റെ അന്ന് അവർക്ക് കിട്ടുന്ന അംഗീകാരം, അതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഈശോയെ നേടിയെടുക്കണം, ഈശോയെ സ്വന്തമാക്കണം എന്നുള്ള ലക്ഷ്യമൊന്നും അല്ല. പല മാതാപിതാക്കളും നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രം മാതാപിതാക്കൾക്കും അങ്ങനെയുള്ള ചിന്താഗതിയായി കഴിഞ്ഞു. ഇതൊക്കെ മാറ്റുക, ഈ പരിപാടിയൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഈ സമ്മാനമൊക്കെ കൊടുത്തിട്ട് മക്കളെ തെറ്റായിട്ടുള്ള വഴിക്കാണ് നമ്മൾ നയിക്കുന്നത്. വളരെ ചെറിയൊരു ശതമാനം കുട്ടികൾ മാത്രമേ ഉള്ളൂ ഈശോയെ അറിയാൻ വേണ്ടിയിട്ട് വരുന്നത്. ആരെയും കുറ്റപ്പെടുത്തിയതല്ല, എൻ്റെയും മാമോദിസ വെള്ളം വീണ ഓരോ വ്യക്തികളുടെയും കടമയാണ് ഓരോ ആത്മാവിൻ്റെ രക്ഷ. നമുക്ക് കുഞ്ഞിലെ മാമോദിസ നൽകിയതിലൂടെ നമ്മൾ കർത്താവിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ പറയാനും ഈശോയെ കൊടുക്കാനൊക്കെ ഉള്ള ഉത്തരവാദിത്തമുണ്ട്. മാതാപിതാക്കൾക്കുണ്ട്, ക്രൈസ്തവ സമൂഹത്തിനുണ്ട്.